തിയറി ഹെൻറിയെ പോലുള്ള ഒരു വിഖ്യാത താരത്തിൽ നിന്ന് തുടങ്ങുന്നു ആ വിമർശനം എന്നുള്ളതാണ്. മാധ്യമങ്ങൾ മാത്രമല്ല, ഇത്രയും കാലം പന്ത് തട്ടി പരിചയമുള്ള ഹെൻറിയെ പോലുള്ളവർ പോലും അയാൾക്ക് സ്വാർത്ഥതയാണ് എന്നുള്ള വിമർശനം ഉന്നയിക്കുന്നു. നമുക്കറിയാം, ആദ്യ മത്സരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കുറിച്ചൊരു കാര്യം, ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനൊക്കെ അപ്പുറത്താണ് സംഭവിച്ചിട്ടുള്ളത്, പക്ഷേ ഞങ്ങൾ തലയുയർത്തി തന്നെ നിൽക്കും, പോരാടും, തിരിച്ചു വരും എന്നുള്ളത്. അതായത് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ലോകകപ്പിൽ മെസ്സി എന്താണോ ടീമിനോട് പറഞ്ഞത്, ആരാധകരോട് പറഞ്ഞത്, ആ ഒരു അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു. പക്ഷേ അത് ഉൾക്കൊള്ളാൻ തക്ക ഒരു ശേഷിയിലായിരുന്നില്ല പോർച്ചുഗീസ് ആരാധകർ എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇന്ന് അദ്ദേഹം കളിക്ക് ശേഷം ഒരു പോസ്റ്റ് ഇട്ടു, അത് വൈറലാണ്. അദ്ദേഹത്തിൻ്റെ ഐക്കോണിക് പോസ്റ്റ് തന്നെ പോസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹം കുറിച്ചത് ഞങ്ങൾ ഇവർ തന്നെ ഉണ്ടാകും എന്നാണ്. അപ്പോൾ അത് വ്യക്തമായിട്ടൊരു സൂചനയാണ്. പോർച്ചുഗൽ അവതരിച്ചു കഴിഞ്ഞു ശരിക്കും. തീർച്ചയായും ആ കളി കഴിഞ്ഞ ശേഷം ക്രിസ്ത്യാനോ റൊണാൾഡോ ഡ്രസ്സിംഗ് റൂമിലേക്ക് നടക്കുമ്പോൾ അദ്ദേഹം ക്യാമറകളെ നോക്കി പറയുന്ന ഒരു കാര്യമുണ്ട്, കംബാക്ക് എന്നുള്ളതാണ്. ഞങ്ങൾ തിരിച്ചു ആംബാക്ക് എന്നാണ്. ആംബാക്ക്, ഓക്കെ. ഞാൻ വിചാരിച്ചത് കംബാക്ക് എന്നാണ്. രണ്ടാണെങ്കിലും ഒരേ മീനിങ് ആണ്, തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത് അയാളുടെ ഒരു കോൺഫിഡൻസ് ആണ് വ്യക്തമാക്കുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോയെ എല്ലാവരും എഴുതി തള്ളിയതാണ് ആദ്യ മത്സരത്തിലെ. അയാൾ ഇന്ന് വരെ ഉണ്ടാക്കിയ എല്ലാ നേട്ടങ്ങളെയും റദ്ദ് ചെയ്യുന്ന രീതിയിലായിരുന്നു വിമർശനങ്ങൾ. സാധാരണക്കാരായ ഫുട്ബോൾ ആരാധകർ മാത്രമല്ല, തിയറി ഹെൻറിയെ പോലുള്ള ഒരു വിഖ്യാത താരത്തിൽ നിന്ന് തുടങ്ങുന്നു ആ വിമർശനം എന്നുള്ളതാണ്. മാധ്യമങ്ങൾ മാത്രമല്ല, ഇത്രയും കാലം പന്ത് തട്ടി പരിചയമുള്ള ഹെൻറിയെ പോലുള്ളവർ പോലും അയാൾക്ക് സ്വാർത്ഥതയാണ് എന്നുള്ള വിമർശനം ഉന്നയിക്കുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് പ്രായമായി, അയാളെ 90 മിനിറ്റ് കളിപ്പിച്ചതിന് പോലും റോബർട്ടോ മാർട്ടിനസ് പഴി കേൾക്കുന്നു. ടീം മുഴുവൻ ഒരു തീച്ചൂളയിലായിരുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ മാത്രമല്ല റിലാക്സ് ആയത്, ആ ടീം മൊത്തം സമ്മർദ്ദത്തിൽ നിന്ന് മുക്തമായി എന്നുള്ളതാണ് ഒരൊറ്റ മത്സരത്തോടു കൂടി. ആ ആദ്യത്തെ 3 ഗോളുകൾ എടുക്കുക, യഥാർത്ഥത്തിൽ ആ 3 ഗോളുകൾ ഒരു സ്കോർ ലൈനിലെ കണക്ക് മാത്രമായിട്ടല്ല ഞാൻ കാണുന്നത്. പോർച്ചുഗൽ ടീം ആദ്യ മത്സരത്തിലെ ആ സമനിലയ്ക്ക് ശേഷം നേരിട്ട വിമർശനങ്ങൾക്ക്, അവർ നേരിട്ട കൂരമ്പുകൾക്ക് ഉള്ള മറുപടിയായിരുന്നു. കൃത്യമായ, നമ്മളൊരു രാഷ്ട്രീയ മറുപടി എന്നൊക്കെ പറയുന്നത് പോലുള്ള കൃത്യമായ മറുപടി അതിലുണ്ടായിരുന്നു എന്നുള്ളതാണ്.